പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, വചനം തിരുവചനത്തിൻ്റെ ഇന്നത്തെ വിചിന്തനത്തിലേക്ക് ദൈവവചനം വായിച്ചുകൊണ്ട് നമുക്ക് പ്രവേശിക്കാം. നടപടി പുസ്തകം 1-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഈശോ ശിഷ്യന്മാരെ അപ്പസ്തോലന്മാരായി അയക്കുന്ന രംഗമാണ് നടപടി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുക. മിഷണറി കമാൻഡ് ഈശോ നൽകുകയാണ്. പ്രേക്ഷിതത്വത്തിനുള്ള ഉത്തരവാദിത്വം മാൻഡേറ്റ് നൽകുകയാണ്, കമാൻഡ് നൽകുകയാണ്, അവരെ അയക്കുകയാണ്. അപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിച്ച് ജീവിക്കുക. യഥാർത്ഥത്തിൽ ഒരു അപ്പസ്തോലൻ അല്ലെങ്കിൽ ഒരു ശിഷ്യൻ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യനായി രൂപാന്തരപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ച് ശരിയായ ധാരണ നമുക്ക് ലഭിക്കുന്നത് നടപടി പുസ്തകത്തിലാണ്. നടപടി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായം 21-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: അതിനാൽ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ഒരാൾ ഞങ്ങളോടൊപ്പം സാക്ഷിയായിരിക്കണം. യോഹന്നാൻ്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ട നാൾ വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം അവൻ. മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ വായിച്ച വചനത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുക. ശിഷ്യന്മാരിൽ ഒരാളെ കൂടി തിരഞ്ഞെടുക്കുകയാണ്. 12 പേര് ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്നു. യൂദാസിനെ നഷ്ടപ്പെട്ടു. ഇതാ 11 പേർ ബാക്കിയുണ്ട്. ഇപ്പോൾ ഒരാളെ കൂടി തിരഞ്ഞെടുക്കാനുള്ള വലിയ ആഗ്രഹത്തോടുകൂടി ശിഷ്യന്മാർ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവർ മുമ്പോട്ട് വെച്ച ആശയം ഇതാണ്: അവൻ പരസ്യ ജീവിതത്തിൽ ഈശോയുടെ കൂടെ നടന്ന ഒരാളായിരിക്കണം. ഈ ശിഷ്യനാകാൻ വിളിക്കപ്പെടുന്നവൻ, സ്ലീഹായാകാൻ തിരഞ്ഞെടുക്കപ്പെടുന്നവൻ, അവൻ എന്താണ്? ഈശോയുടെ കൂടെ നടന്ന, ഈശോയുടെ പരസ്യ ജീവിതത്തിന് സാക്ഷ്യം വഹിച്ച ഒരാളായിരിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ പരസ്യ ജീവിതത്തിന് സാക്ഷിയാവുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോഹന്നാൻ സ്ലീഹായുടെ 1-ാം ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായം 2-ാമത്തെ വചനത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില പ്രവണതകളെ യോഹന്നാൻ സ്ലീഹ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആദിമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വളർന്നു വന്ന ഒരു ചിന്താഗതി അവിടെ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ സ്ലീഹായുടെ 1-ാം ലേഖനം 4-ാമത്തെ അധ്യായം 2-ാമത്തെ തിരുവചനം: ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം: യേശു ക്രിസ്തു ശരീരം ധരിച്ചുവെന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല, വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണ് അത്. യോഹന്നാൻ സ്ലീഹ ഇവിടെ പരാമർശിക്കുന്നത് ഡൊസറ്റിസം എന്ന് പറയുന്ന ഒരു വിഭാഗീയ ചിന്തയാണ്. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ വളർന്നു വന്ന ഒരു ചിന്താഗതിയായിരുന്നു ഡൊസറ്റിസം. എന്താണ് ഈ ഡൊസറ്റിസം? അതായത് ഈശോ യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരം ധരിച്ചിട്ടൊന്നുമില്ല. ഈശോ വെറുതെ ഒരു അപ്പാരിഷനായി, ഒരു പ്രത്യക്ഷപ്പെടലായി ഇങ്ങനെ കുരിശിൽ മരിക്കുന്നതായിട്ട് അഭിനയിച്ചൊക്കെ കടന്നു പോയതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവൻ മനുഷ്യനായിരുന്നില്ല. അങ്ങനെ പറയുന്ന ചിന്താഗതി, അങ്ങനെ പറയുന്ന ക്രിസ്തീയ വിശ്വാസത്തിന് എതിര് നിൽക്കുന്ന മനോഭാവം അത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതായത് ഈശോ മനുഷ്യ ശരീരം ധരിച്ചിട്ടില്ല എന്ന് പറയുന്നതിലൂടെ അവർ നിഷേധിച്ചത് ഈശോയുടെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അപകടം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താണ് ഈ ഡൊസറ്റിസത്തിലൂടെ വളർന്നു വന്ന അപകടം എന്ന് പറയുന്നത്? അതായത് ഈശോ മനുഷ്യ ശരീരം ധരിച്ചിട്ടില്ലെങ്കിൽ, അവൻ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനായിരുന്നില്ലെങ്കിൽ, അവൻ്റെ ശരീരത്തിൽ അവൻ ഏറ്റു എന്ന് പറയുന്ന പാടുപീഡകൾ അതും വെറും മായയാണ്, അതും വെറും തോന്നലാണ്. അപ്പോൾ ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവും മനുഷ്യൻ്റെ രക്ഷയ്ക്ക് കാരണമായി എന്ന് പറയുന്ന ആ വലിയ രഹസ്യത്തെ നിഷേധിച്ചു. അതിൻ്റെ വേരറുത്ത് കളഞ്ഞു. ഈശോയുടെ സഹനത്തെ നിഷേധിച്ചു. ഈശോയുടെ സഹനം, കുരിശിലെ സഹനവും തദനന്തരമുണ്ടായ മരണവും മനുഷ്യരക്ഷയ്ക്ക് നിദാനമാണെന്ന് പറയുന്ന ഈ 2 കാര്യങ്ങളും പരിപൂർണമായിട്ട് നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈശോ രക്ഷകനല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ടാണ്
യേശു ക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ചിട്ടില്ല എന്ന് പറയുന്നവൻ അന്തിക്രിസ്തുവാണ്. വരാനിരിക്കുന്ന അന്തിക്രിസ്തു ഇപ്പോഴേ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് ഈശോയെ നിഷേധിക്കുന്നവൻ, അവനാണ് ആൻറ്റി ക്രൈസ്റ്റ്, ക്രിസ്തുവിനെതിരെ നിൽക്കുന്നവൻ. അപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ എതിരെ നിൽക്കുന്ന ശൈലി, അതായത് ഈശോയുടെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും നിഷേധിക്കുന്ന ശൈലി നമ്മുടെ ജീവിതത്തിൽ വെച്ച് പുലർത്തിയാൽ നമ്മളും അന്തിക്രിസ്തുവിൻ്റെ പിൻഗാമികളായി മാറും. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ അതുകൊണ്ട് പത്രോസ്ലീഹ പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. നിങ്ങൾ ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവനിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവനോടുകൂടെ സഹിക്കുവാൻ കൂടി നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ വെറുതെ ക്രിസ്ത്യാനികളായിരുന്നാൽ പോരാ, അവൻ്റെ പീഡാസഹനങ്ങളിൽ പങ്കാളികളായി നമ്മൾ മാറണം. അതാണ് കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ തിരുവചനത്തിൽ പൗലോസ്ലീഹ വീണ്ടും പറയുന്നത്, യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ പീഡാസഹനത്തിൻ്റെ കുറവുകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതാ ഏറ്റെടുത്ത് പരിഹരിക്കുകയാണ്. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഏത് ശരീരത്തിൻ്റെ കുറവാണ്? ഏത് ശരീരത്തിലെ പീഡാസഹനമാണ്? ക്രിസ്തുവിൻ്റെ ഭൗതിക ജീവിതത്തിൽ അവനുണ്ടായിരുന്ന ശരീരത്തിൻ്റെ പീഡാസഹനത്തിൻ്റെ കുറവല്ല, മറിച്ച് ഭൗതിക ശരീരമായ സഭ ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർന്ന് നിന്ന് സഹനത്തെ സ്വീകരിക്കാൻ മടി കാണിക്കുമ്പോൾ ആ സഹനത്തിൻ്റെ കുറവിനെ, നിങ്ങളെ പ്രതിയുള്ള സഹനത്തെ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈശോയുടെ ശരീരത്തിൻ്റെ സഹനം എന്ന് പറയുന്നത് അത് സഭയാകുന്ന ശരീരത്തിൻ്റെ കാര്യമാണ്. അല്ലാതെ ഈശോ ഭൗതികമായ ശരീരത്തിൽ, നസറത്തിലെ ഈശോ കുരിശിൽ തൂക്കി മരിച്ചപ്പോൾ സഹനം കുറവായിരുന്നു എന്നൊന്നും അതിൻ്റെ അർത്ഥമില്ല. ഈശോയുടെ കുരിശിലെ സഹനത്തിൻ്റെ ആഴവും അർത്ഥവും നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ ആ സഹനത്തോട് ചേർന്ന് നിൽക്കുക, അങ്ങനെ ക്രിസ്തുവിന് എതിര് നിൽക്കാതെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവൻ പരസ്യജീവിതത്തിൽ കൂടെ നടന്നവനായിരിക്കണം. ഒരു അപ്പസ്തോലനാകാൻ വിളിക്കപ്പെടുന്നവൻ, മത്തിയാസ് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവർ പറയുന്ന 1-ാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈശോ മിശിഹായുടെ പീഡാസഹനത്തിൽ പങ്കാളിയാകാൻ കെൽപ്പുള്ളവനായിരിക്കണം. ഈശോ മിശിഹായുടെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും നിഷേധിക്കാത്തവനായിരിക്കണം. അവൻ്റെ പരസ്യ ജീവിതം മുഴുവനും കുർബാനയാകാനുള്ള, കുരിശിൽ മരിക്കാനുള്ള യാത്രയായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ ഈശോയെ അവർ കുരിശിൽ തറച്ച് കൊന്നത് ഒരു പക്ഷേ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻ്റ് ആയിട്ടൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. ഒരു പ്രത്യേക സംഭവമാണെന്ന് വിചാരിക്കാം. പക്ഷേ നമ്മൾ വചനം മുഴുവൻ വായിച്ചു പോകുമ്പോൾ കാണാൻ സാധിക്കും, ഈശോയുടെ കുരിശുമരണത്തിലേക്ക് അവൻ പരസ്യ ജീവിത കാലഘട്ടത്തിൽ ഇങ്ങനെ പതിയെ നടന്നു പോവുകയായിരുന്നു. അതിനിടയിൽ അവർ പലപ്പോഴും യമന നിയമപ്രകാരം, പലപ്പോഴും അവർ യഹൂദ നിയമപ്രകാരം അവനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് അവർ റോമൻ നിയമപ്രകാരം ഈശോയെ കുരിശിൽ കൊല്ലുന്നത്. അപ്പോൾ ഈശോയെ കുരിശിൽ തറച്ച് കൊല്ലുന്നത് വരെ ഉള്ള രംഗങ്ങളിൽ ഈശോയുടെ മരണത്തിലേക്കുള്ള യാത്രയുണ്ടായിരുന്നു. ഒരു ഗ്രാജ്വൽ പ്രോസസ്സായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, അവൻ വേശ്യകളുടെയും ചുങ്കക്കാരുടെയും കൂടെ പോകുമ്പോൾ, അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, അവൻ അന്ന് വരെ യഹൂദ മതം കൽപ്പിച്ചു വെച്ച അതിർവരമ്പുകളൊക്കെ ലംഘിച്ച് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവൻ്റെ പിറകെ കല്ലുമായിട്ട് പോകുന്ന യഹൂദരെ കാണുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈശോയുടെ പരസ്യ ജീവിതം മുഴുവനും പീഡാസഹനത്തിൻ്റെതായിരുന്നു. ഈശോയുടെ പരസ്യ ജീവിതം മുഴുവൻ ഈ പീഡാസഹനത്തിലേക്കും കുരിശു മരണത്തിലേക്കും വഴിവെക്കുന്നതായിരുന്നു. അപ്പോൾ ഒരു ശിഷ്യൻ, ഒരു അപ്പസ്തോലൻ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് അവൻ്റെ കൂടെ നടന്നവനായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ 1-ാമത്തെ കാര്യം വളരെ വ്യക്തമാണ്. പരസ്യ ജീവിത കാലഘട്ടത്തിൽ അവൻ്റെ കൂടെ നടന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ സഹനത്തെ അംഗീകരിക്കുന്നു, അവൻ്റെ സഹനത്തെ ഏറ്റുപറയുന്നു. അന്തിക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നിൽക്കാതെ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കാളിയായി രക്ഷയുടെ വരദാനത്തെ കരം നീട്ടി സ്വീകരിക്കുന്നു. 2-ാമത്തെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ ഉത്ഥാനത്തിന് സാക്ഷിയായിരിക്കണം. പ്രിയമുള്ളവരെ, ഉത്ഥാനത്തിന് സാക്ഷിയാവുക, അത് ഇപ്പം ഈ പറഞ്ഞ കാര്യത്തെക്കാളും അല്പം കൂടി കടന്ന കൈയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈശോയുടെ കൂടെ 3 വർഷം നടന്ന പലരും ഉദ്ധാന അനന്തരം അവനെ കണ്ടുമുട്ടുമ്പോൾ മനസ്സിലാക്കാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമ്മൾ കാണുക.
ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുണ്ടായിരുന്ന രണ്ട് പേരുടെ കഥ നമുക്ക് വചനത്തിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഒന്ന് മഗ്ദലന മറിയമാണ്. ഈശോ അവളെ മറിയം എന്ന് പേര് ചൊല്ലി വിളിക്കുന്നത് വരെ അവൾക്ക് അത് മനസ്സിലായില്ല. യഥാർത്ഥത്തിൽ ഈശോ ആ ശിഷ്യന്മാർ തൻ്റെ പീഡാസഹനത്തിന് മുമ്പ് തന്നെ പ്രിപ്പയർഡ് ആയിരിക്കണമെന്ന് കരുതി പറയുന്ന ഒരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 26-ാമത്തെ അധ്യായം 31-ാമത്തെ തിരുവചനം. യേശു അവരോട് പറഞ്ഞു, ഈ രാത്രി നിങ്ങളെല്ലാവരും എന്നിൽ ഇടറും, ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഞാൻ ഉയർപ്പിക്കപ്പെട്ട ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൃത്യമായി ഈശോ പറഞ്ഞ ഈ പ്രവചനം പൂർത്തീകരിക്കപ്പെടുകയാണ്. ഈശോയുടെ പീഡാസഹന വഴികളിൽ ശിഷ്യന്മാരെല്ലാവരും താന്താങ്ങളുടെ വഴിക്ക് ഓടിപ്പോയി, ഓരോരുത്തരും ഓടി രക്ഷപ്പെടുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഒരു യുവാവ് അവൻ ഉടുത്തിരുന്ന വസ്ത്രം പോലും ഉപേക്ഷിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടു പോവുകയാണ്. ഓരോരുത്തരും അവരവരുടെ വഴിക്ക് പോയി. ആടുകൾ ചിതറി, ഇടയൻ അടിക്കപ്പെട്ടു, ആടുകൾ ചിതറി. എന്നിട്ട് വീണ്ടും ഈശോ പറഞ്ഞ ആ പ്രവചനം പൂർത്തിയാകും നമ്മൾ കാണുകയാണ്. ഞാൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുകയാണ്. മഗ്ദലന മറിയത്തോട് ഈശോ പറയുകയാണ്, നീ ചെന്ന് എൻ്റെ സഹോദരന്മാരെ അറിയിക്കുക. എന്താ അറിയിക്കേണ്ടത്? ഞാൻ അവർക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു. ഉദ്ധിതനായ ക്രിസ്തു മഗ്ദലന മറിയത്തോട് പറയുന്ന ഒരു കാര്യമാണിത്. എന്താണ് ഈ മുമ്പേ പോവുക എന്നതുകൊണ്ട് അർത്ഥമാക്കുക? അത് മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 10-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. അവിടെ നമ്മളിങ്ങനെ വായിക്കുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം പ്രത്യേക ശ്രദ്ധ ഈ ഉത്ഥാനം ചെയ്ത ഈശോയെക്കുറിച്ച് ഉള്ള പരാമർശമായി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. എന്താണ് പ്രത്യേക ശ്രദ്ധ കൊടുത്ത് പരിഗണിക്കേണ്ടത്? അവൻ അവർക്ക് മുമ്പേ നടക്കുന്നു എന്നാണ് പറയുന്നത്. ഉദ്ധിതനായ ക്രിസ്തു ചിതറിപ്പോയ തൻ്റെ ശിഷ്യന്മാരെ അറിയിക്കണമെന്ന് പറയുന്ന കാര്യമെന്താണ്? ഞാൻ നിങ്ങൾക്ക് മുമ്പേ ഇതാ ഗലീലയിലേക്ക് പോകുന്നു. ഈ മുമ്പേ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, ടൈം കോൺസെപ്റ്റ് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് മുമ്പേ നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരുന്നു, വചനം കേൾക്കാൻ വേണ്ടിയിട്ട് ഹാളിൽ നിങ്ങളെല്ലാവരും ഉണ്ട്. ഞാൻ വരുന്നതിന് മുമ്പേ, അച്ഛൻ വരുന്നതിന് മുമ്പേ നിങ്ങളെല്ലാവരും വന്നായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത് ഞാൻ പറയുകയാണ്, നമ്മൾ ധ്യാനം കഴിഞ്ഞിട്ട് ഈ വചന ശുശ്രൂഷ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഞാൻ മുമ്പേ പോവുകയാണ്, നിങ്ങളെല്ലാവരും എൻ്റെ പുറകെ വരണം എന്ന് പറയുകയാണ്. അപ്പം മുമ്പേ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-ാമത്തെ തലത്തിൽ ചിന്തിക്കുമ്പോൾ അത് സ്പേസ് എന്ന രീതിയിലാണ്, സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പം മുമ്പേ നടക്കുന്നു, മുമ്പേ നടക്കുന്നതിന് ഇടയനാണ്. ഇതാ ഇടയൻ ആടുകളുടെ മുമ്പേ നടക്കുകയും അവയെ നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ശിഷ്യന്മാരെ നയിക്കുവാൻ വേണ്ടിയിട്ട് ഈശോ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നയിക്കാൻ വേണ്ടി നിൽക്കുന്ന അവൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? പേര് ചൊല്ലി വിളിക്കും. ഇടയൻ ആടുകളെ പേര് ചൊല്ലി വിളിക്കുക എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ മഗ്ദലന മറിയം ഉദ്ധിതനായ ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ അവനെ മനസ്സിലാക്കുന്നതിന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈശോ ചെയ്തത് എന്താണ്? അവളെ പേര് ചൊല്ലി വിളിച്ചു. അവളെ പേര് ചൊല്ലി വിളിക്കുകയാണ്. മറിയം, മറിയം എന്ന വിളി കേട്ടപ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി, ഇത് ഗുരുവാണ്. ഉടനെ തന്നെ അവൾ നിലവിളിച്ച് പറഞ്ഞു റബോനി എന്ന്. ഗുരു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ അത്തരത്തിലൊരു ഇൻറ്റിമസി അവന് ഉദ്ധിതനായ ക്രിസ്തുവുമായിട്ട് അവൾക്കുണ്ടാകേണ്ടിയിരുന്നു. പത്രോസും ഇതുപോലെയാണ്. അവർ മീൻ പിടിക്കാൻ പോയി. ആ മീൻ പിടിക്കുന്ന സമയത്ത് അവൻ ക്രിസ്തുവിനെ അടുത്തറിയാവുന്നവനാണ്, നിഴൽ കണ്ടാൽ പോലും തിരിച്ചറിയേണ്ടവനാണ്. പക്ഷെ അവൻ പരാജയപ്പെട്ടു പോവുകയാണ് ഉദ്ധിതനായ ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ. തിബേരിയസ് കടൽ തീരത്ത് വെച്ച് പത്രോസ് ലീഹായിക്ക് ഈശോയെ കണ്ടുമുട്ടുമ്പോൾ, ഈശോയെ കാണുമ്പോൾ അവനെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1 കൊരിന്തോസ് ലേഖനം 15-ാമത്തെ അധ്യായം 40 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. പ്രിയമുള്ളവരെ, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്, ഭൗതിക ശരീരങ്ങളുമുണ്ട്. യഥാർത്ഥത്തിൽ ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഭൗതിക ശരീരത്തിൻ്റെ മാനദണ്ഡത്തിലാണ് ഇവരെല്ലാം ഈശോയെ കണ്ടുകൊണ്ടിരുന്നതും മനസ്സിലാക്കിയതും. എന്നാൽ ഇതിപ്പോൾ ഉദ്ധിതനായ ക്രിസ്തുവാണ്, രൂപാന്തരപ്പെട്ട ശരീരമാണ്. അവൻ വന്ന് നിൽക്കുന്നത് സ്വർഗീയ ശരീരത്തിൻ്റെ തേജസ്സിലാണ്. നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവണം. ഈശോ പ്രത്യക്ഷപ്പെടുന്നത് സ്വർഗീയ ശരീരത്തിൻ്റെ തേജസ്സിലാണ്.
ഇപ്പോൾ ഭൗതിക ശരീരത്തിൻ്റെ, ലോക ശരീരത്തിൻ്റെ, ജഡശരീരത്തിൻ്റെ മാനദണ്ഡത്തിൽ അവനെ നോക്കിക്കാണാൻ ശ്രമിച്ചാൽ അവർക്ക് വിശ്വാസത്തിൻ്റെ തലത്തിൽ ഉയർന്നു നിന്ന് ഉദ്ധിതനായ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നമ്മളൊക്കെ ഇന്ന് നേരിടുന്ന പ്രതിസന്ധി ഇത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഉദ്ധിതനായ ക്രിസ്തുവിനെ കാണാനും മനസ്സിലാക്കാനും ഇന്ന് നമുക്കുള്ള മാർഗമാണ് വിശുദ്ധ കുർബാന. ഇന്ന് പല ആളുകളും പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് വിശുദ്ധ കുർബാന മനസ്സിലാകുന്നില്ല, വിശുദ്ധ കുർബാന എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടാകുന്നില്ല. കാരണം എത്രയേ ഉള്ളൂ, സ്വർഗീയ ശരീരത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ ഉയർന്നു പോകുന്നില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, സ്വർഗീയ ശരീരത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ ഉയരുന്നില്ല. നമ്മളിപ്പോഴും ഭൗമിക ശരീരത്തിൻ്റെ തലത്തിൽ താഴെ തട്ടി നിൽക്കുകയാണ്. അതായത് ഉദാഹരണം പറഞ്ഞാൽ, മോശയോടൊപ്പം സീനായി മലമുകളിലേക്ക് കയറിപ്പോകാത്ത ജനത്തിനാണ് പ്രതിസന്ധി. മോശയോടൊപ്പം ഇസ്രായേൽ ജനം മനസ്സുകൊണ്ട് സീനായി മലയിലേക്ക് കയറിപ്പോയിരുന്നെങ്കിൽ ഇവർക്ക് ഈ അഹ്റോന്റെ അടുക്കൽ ചെന്ന് ഞങ്ങൾക്ക് കാളക്കുട്ടിയെ ഉണ്ടാക്കി തരിക, ഞങ്ങൾ അതിനു ചുറ്റും ഡാൻസ് ചെയ്ത് ആരാധിക്കാം എന്ന് പറയുകയില്ലായിരുന്നു. ഈ കാളക്കുട്ടിയെ നിർമ്മിക്കാനും അതിനു ചുറ്റും നൃത്തം ചെയ്ത് ആരാധിക്കാനും ഒക്കെയുള്ള കാരണം എന്താണ്? ഇവർ ഉയരേണ്ട ഇടങ്ങളിലേക്ക് ഉയർന്നില്ല. നിങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ ഉയർത്തുവിൻ എന്ന് പറയുമ്പോൾ ഹൃദയ വിചാരങ്ങൾ കുർബാനയിൽ ഉയരുന്നില്ല. ലത്തീൻ സഭയുടെ കുർബാനക്രമത്തിലും സിറോ മലബാർ സഭയുടെ കുർബാനക്രമത്തിലും മലങ്കര സഭയുടെ കുർബാനക്രമത്തിലും ഒക്കെ ഹൃദയ വികാരങ്ങളെ ഉയർത്തി നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ ഹൃദയ വിചാരങ്ങൾ ദൈവത്തിലേക്ക് ഉയർത്തുവിൻ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും തരം താഴത്തെ തട്ടിൽ നിൽക്കുകയാണ്. അവിടേക്ക് ഉയരാൻ നമുക്ക് പറ്റുന്നില്ല. ഇതാണ് വിശ്വാസത്തിൻ്റെ പ്രതിസന്ധി. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനയെ വിശ്വസിക്കാൻ നമുക്ക് കഴിയാത്തതിന് കാരണം. കുർബാന മനസ്സിലാകുന്നില്ല, കുർബാന നമുക്ക് അനുഭവമാകുന്നില്ല എന്നൊക്കെ പറയുന്നതിന് കാരണം ഇതാണ് ഈ ഉത്ഥാനം ചെയ്ത ശരീരം കണ്ടപ്പോൾ ആ പത്രോസിനും മഗ്ദലന മറിയത്തിനും ഒക്കെ തോന്നിയത്, അവരൊക്കെ ഭൗമികമായ ജീവിതത്തിൻ്റെ ആ തലങ്ങളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളിൽ നിന്നുകൊണ്ട് ഉദ്ധാനം ചെയ്ത ഈശോയെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഒരിക്കലും ഒരു അപ്പസ്തോലൻ അങ്ങനെ ഉദ്ധാനം ചെയ്തവനെ ഭൗതികതയിൽ മനസ്സിലാക്കേണ്ടവനല്ല. അവൻ ഉദ്ധാനത്തിന് സാക്ഷിയായിരിക്കണം, അത് ഏറ്റുപറയാൻ സാധിക്കണം. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്ന ആളുകളായി ഈ കാലഘട്ടത്തിൽ മാറുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ക്രിസ്ത്യാനികളായി യഥാർത്ഥത്തിൽ സാക്ഷികളായി മാറുന്നത്. കുർബാന അനുഭവം ഇല്ലാത്തവർക്കൊന്നും സാക്ഷിയാകാൻ പറ്റില്ല. കുർബാന അനുഭവം ഇല്ലാത്തവർക്കൊന്നും സാക്ഷികളായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അനുഭവം സമ്പാദിക്കാത്ത ആർക്കും സാക്ഷിയായി ലോകത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ സാക്ഷിയായി മാറുക എന്ന് പറയുന്നത്, ലോകം എങ്ങും നിങ്ങൾ പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ ആ വാഗ്ദാനത്തെ അല്ലെങ്കിൽ ആ കമാൻഡിനെ, ആ ആജ്ഞയെ അനുസരിക്കാൻ നമുക്ക് സാധിക്കുന്നത് ഈ രണ്ട് അനുഭവങ്ങൾ സ്വന്തമാക്കുമ്പോഴാണ്. ഒന്ന്, അവൻ്റെ ഭൗതിക ശരീര ജീവിതത്തെയും അവൻ്റെ സഹനങ്ങളെയും ഏറ്റുപറയുന്നവരാകുക, ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ പങ്കാളികളാകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുക. രണ്ടാമത്, ഉദ്ധിതനായ ക്രിസ്തുവിനെ കണ്ടുമുട്ടുക. വിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായും ഉദ്ധിതനായ ക്രിസ്തുവിനെ കണ്ടുമുട്ടി അവിടുത്തെ ആരാധിക്കുക. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഒരു അപ്പസ്തോലൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ കാണുക, അവനെല്ലാവരെയും അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. നടപടി പുസ്തകത്തിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ പത്രോസിന് ലഭിക്കുന്ന വലിയ ഒരു ദർശനമുണ്ട്. ആ ദർശനം യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യകത കൂടിയാണ്. നടപടി പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ കൊർണേലിയൂസ് എന്ന് പറയുന്ന ഒരു വിജാതീയനുണ്ട്. കെസറിയായിൽ 1-ാമത്തെ തിരുവചനം, നടപടി പുസ്തകം 10-ാമത്തെ അധ്യായം 1-ാം തിരുവചനം. കെസറിയായിൽ കൊർണേലിയൂസ് എന്നൊരുവൻ ഉണ്ടായിരുന്നു. അവൻ ഇത്താലിക്കെ എന്ന് വിളിക്കപ്പെട്ടിരുന്ന സൈന്യ വിഭാഗത്തിലെ ഒരു ശതാധിപനായിരുന്നു. അവനും കുടുംബവും ദൈവഭയവും ഭക്തിയുമുള്ളവരായിരുന്നു. അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു. അപ്പം ഇവനെ സഭയുടെ അംഗമാക്കാൻ വേണ്ടിയിട്ട് പത്രോസിനോട് ആവശ്യപ്പെടാൻ കർത്താവ് പത്രോസിന് ഒരു വലിയ ദർശനം കൊടുക്കുകയാണ്. എന്താണ് ആ ദർശനം? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പത്രോസ് ഒരു വലിയ വിരിപ്പ് കാണുകയാണ്. നമുക്ക് വചനം വായിക്കാം. നടപടി പുസ്തകം 10-ാമത്തെ അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ യാത്ര ചെയ്ത് പിറ്റേ ദിവസം നഗരത്തെ സമീപിച്ചപ്പോൾ പത്രോസ് പ്രാർത്ഥിക്കാൻ മട്ടുപ്പാവിലേക്ക് പോവുകയായിരുന്നു. ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. അവന് വിശന്നു, എന്തെങ്കിലും ഭക്ഷിക്കണമെന്ന് തോന്നി. അവൻ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവനൊരു ദിവ്യാനുഭൂതി ഉണ്ടായി. സ്വർഗം തുറന്നിരിക്കുന്നതും വലിയ വിരിപ്പ് പോലുള്ള ഒരു പാത്രം 4 കോണിലും പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്നതും അവൻ കണ്ടു. ഭൂമിയിലെ എല്ലാത്തരം നാൽക്കാലികളും ഇഴജന്തുക്കളും ആകാശപ്പറവകളും അതിലുണ്ടായിരുന്നു. ഒരു സ്വരവും അവൻ കേട്ടു, പത്രോസേ, എഴുന്നേൽക്കുക, നീ ഇവയെ കൊന്നു ഭക്ഷിക്കുക. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഒരിക്കലുമില്ല.
മലിനമോ അശുദ്ധവുമായ ഒന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല. രണ്ടാമതും അവൻ ആ സ്വരം കേട്ടു, ദൈവം വിശുദ്ധീകരിച്ചവ മലിനമെന്ന് നീ കാണരുത്. 3 പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു. ഉടൻ തന്നെ പാത്രം ആകാശത്തേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. ഈ വലിയ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് പിന്നീട് കൊർന്നേലിയസിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. പത്രോസിന് യഥാർത്ഥത്തിൽ ഈ വിജാതീയനെ സഭയിലേക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അവരിലൂടെ അനേകം വിജാതീയരിലേക്ക് ദൈവവചനം വ്യാപരിക്കുന്നതൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനോഭാവം, അതാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ ശിഷ്യന്മാർക്ക് ഉണ്ടായിരിക്കേണ്ടതെന്ന് ഈ ദർശനത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. ഇന്നും ക്രൈസ്തവരെന്ന നിലയിൽ ഇത്തരത്തിൽ ഉൾക്കൊള്ളുവാനുള്ള മനോഭാവം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകരുത്. എല്ലാം വ്യത്യസ്തമായ സാഹചര്യങ്ങളുണ്ട്, വ്യത്യസ്തമായ ആളുകളുണ്ട്, വ്യത്യസ്തമായ പല കാര്യങ്ങളും ഇന്ന് സഭയിലുണ്ട്, അല്ലെങ്കിൽ വിജാതീയ ലോകത്ത് ഉണ്ട്. അവയിൽ പലതിനെയും സഭ എന്ന് പറയുന്ന വലിയ ദൗത്യം, സഭയുടെ വലിയ ദൗത്യം ഇൻക്ലൂസീവിസമാണ്. ഇൻക്ലൂസീവായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. നമ്മൾ ഇടുങ്ങി എക്സ്ക്ലൂസീവായി പോകുന്നതിന് പകരം ഇൻക്ലൂസീവ് ആവുക എന്നുള്ളതാണ് ക്രൈസ്തവ അപ്പസ്തോല ജീവിതത്തിൻ്റെ മുഖമുദ്ര. അങ്ങനെ ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ടുള്ള മനോഭാവം ഉണ്ടാവുക. അവസാനമായി നമ്മൾ കാണുന്നത് ഇൻകൾച്ചറേഷന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. നടപടി പുസ്തകത്തിൻ്റെ 17-ാമത്തെ അധ്യായത്തിൽ അരിയോപ്പാഗസിൽ ചെന്ന് നിന്നുകൊണ്ട് പൗലോസ് പ്രസംഗിക്കുന്നത് നമ്മൾ കാണുകയാണ്. പൗലോസ് അരിയോപ്പാഗസിൽ എത്തിയപ്പോൾ അവിടെ അനേകം ആരാധനാ മൂർത്തികളെ കാണുകയാണ്. നടപടി പുസ്തകം 17-ാമത്തെ അധ്യായം, ഞാനിതിലെ കടന്നുപോയപ്പോൾ നിങ്ങളുടെ ആരാധന വസ്തുക്കളെ നിരീക്ഷിച്ചു, അജ്ഞാത ദേവനെന്ന് എഴുതിയിരിക്കുന്ന ഒരു ബലിപീഠം ഞാൻ കണ്ടു. നടപടി പുസ്തകം 17-ാമത്തെ അധ്യായം 23-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് ഒരു ഒബ്സർവേഷൻ പറയുകയാണ്. ഇതിലെ ഞാൻ കടന്നുപോയപ്പോൾ അനേകം വിഗ്രഹങ്ങൾ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കണ്ടു. പക്ഷേ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അജ്ഞാത ദേവനെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഈ ആരാധിക്കുന്ന അജ്ഞാത ദേവനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, ഒരു അജ്ഞാത ദേവന്റെ പ്രതിച്ഛായയുടെ മറവിൽ പൗലോസ്ലീഹ ക്രിസ്തുവിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് പല കൾച്ചറുകളുണ്ട്, പല രീതിയിലുള്ള സംസ്കാരങ്ങളുണ്ട്. എങ്ങനെ നമ്മൾ ക്രിസ്തുവിനെ ഈ ലോകത്തിന് കൊടുക്കുമെന്ന് ചോദിച്ചാൽ കൾച്ചറുകളിലേക്ക്, സംസ്കാരങ്ങളിലേക്ക് അനുരൂപപ്പെട്ടുകൊണ്ടാണ് കൊടുക്കാൻ സാധിക്കുന്നത്. ഈ ഭാരതത്തിൻ്റെ തന്നെ മൊത്തം ചിത്രമെടുത്താൽ ക്രൈസ്തവ സമൂഹം വളരെ തുച്ഛമായിട്ടേ ഇന്നുമുള്ളൂ. എന്തുകൊണ്ടാണ് അതങ്ങനെ നിലനിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളുടെ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ ഈ ഇൻകൾച്ചറേഷന് സഭയിൽ പ്രാധാന്യം കൊടുത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഇൻകൾച്ചറേഷൻ്റെ വ്യാപ്തി നമുക്ക് കൂട്ടാനുള്ള പരിശ്രമം ഈ കാലഘട്ടത്തിൽ ധാരാളമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിൻ്റെ 17-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതിലൂടെ മനസ്സിലാക്കുക. സഭയിലത് കൂടുതൽ വളർന്നു വരുമ്പോൾ സഭയിൽ ഈ പറയുന്ന അജ്ഞാത ദേവൻ എഴുതിയിരിക്കുന്ന ബലിപീഠത്തിലേക്ക് ഈശോയെ നൽകുവാൻ വേണ്ടിയിട്ട് പൗലോസിന് സാധിച്ച പോലെ നമുക്കും ക്രിസ്തുവിനെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ പരിശ്രമം പുതിയ പുതിയ തലങ്ങളിലേക്ക് ഉയരുന്നു എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായി നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നടപടി പുസ്തകത്തിൽ എന്ന പോലെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിൽ ക്രിസ്താനുഭവത്തിൽ നിന്നുകൊണ്ട് കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ കാര്യങ്ങൾ നമുക്ക് പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനോഭാവത്തിലേക്ക്, ഇൻക്ലൂസീവായിട്ടുള്ള മനോഭാവത്തിലേക്ക് നമുക്ക് വളരാൻ സാധിക്കും. ഇൻകൾച്ചറേഷൻ്റെ ഭാഗമായി സഭയുടെ വിശ്വാസത്തിന് എതിര് നിൽക്കാത്ത, സഭയുടെ വിശ്വാസത്തെ തകർത്ത് കളയാത്ത പലതിനെയും ഉൾച്ചേർത്തുകൊണ്ട് പലരെയും നേടാൻ നമുക്ക് സാധിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്ലീഹന്മാരാകാനുള്ള വിളിയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ നടപടി പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ അപ്പസ്തോല ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മുഖങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാമ്മേ മാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.